അതെ, നമുക്കൊരു ഹാമ്പർ നോക്കിയാലോ? ബർത്ത്ഡേ ഹാമ്പറാണ്. സത്യം പറഞ്ഞാൽ സ്വന്തം ഫോണിൽ വീഡിയോ ഒക്കെ എടുക്കണമെന്നേ. ആരുടെയെങ്കിലും ഫോണിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സെൻഡ് ചെയ്ത് നമ്മുടെ ഫോണിലോട്ട് കിട്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ആക്ച്വലി കണ്ണൻ്റെ ഫോണിലെ ഈ വീഡിയോയിൽ എടുത്താൽ കേട്ടോ. അപ്പോൾ എൻ്റെ ഫോണിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് ഇടേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ എൻ്റെ ഫോണിൽ എങ്ങനെ എടുക്കാനാണ്? ഫോൺ കംപ്ലയിൻ്റ് ആയിപ്പോയില്ലേ? അപ്പോൾ ഇന്നലെയാണ് ഞാനിത് റീസെൻഡ് ചെയ്ത്, അതായത് കണ്ണൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ ഇതിലോട്ട് സെൻഡ് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ ഒരു ടൈമായി കേട്ടോ. ശരിക്കും പറഞ്ഞത് ഒരു ഷർട്ട് ഹാമ്പറാണ്. അതിനകത്തൊരു ബോട്ടിൻ്റെ സ്മാർട്ട് വാച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ബോക്സിനകത്ത് തന്നെ ഇടാം എന്നാണ്. പിന്നെ വിചാരിച്ച് കുറച്ച് വെറൈറ്റി ആവട്ടെ, ആദ്യമേ ബൊക്കെ പോലെ സെറ്റ് ചെയ്യണം, അതങ്ങ് കയ്യിലോട്ട് കൊടുത്താൽ കുറച്ചുകൂടി പ്രിട്ടി ആയിരിക്കുമല്ലോ എന്നൊക്കെ വെച്ചിട്ട്. പിന്നെ ഇവിടെ 2 കുഞ്ഞു പിള്ളേരുണ്ട്. അപ്പോൾ അവർക്കും കുറച്ച് കാണുമ്പോൾ, പിള്ളേർക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടം തോന്നുമല്ലോ. അങ്ങനെ വിചാരിച്ചാണ് ഞാനത് ബൊക്കെ സെറ്റ് ചെയ്തത്. സത്യം പറഞ്ഞാൽ എനിക്ക് ബൊക്കെ ഉണ്ടാക്കാൻ അറിയാനേ പാടില്ല കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും എനിക്ക് വലിയ പിടുത്തമില്ല എന്ന്. പിന്നെ ഞാൻ ഇൻസ്റ്റയും പിൻട്രസ്റ്റും അതുപോലെ യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് ഇതെല്ലാം സെറ്റ് ചെയ്തത്. എന്നിട്ട് ഇത് കൊടുക്കാൻ വേണ്ടി പോകുന്നൊരു 7 മണി സമയത്താണ്. അപ്പോൾ എനിക്കൊരു ധാരണയുണ്ട് ആ ചേട്ടൻ ഉറങ്ങുമായിരിക്കും. പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം എൻ്റെ കസിൻ സിസ്റ്റർ തന്നെയാണ് എനിക്ക് ഓർഡർ തന്ന ആൾ. അപ്പോൾ കസിൻ സിസ്റ്ററുടെ ഹസ്ബൻഡിനാണ് ഇത് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഒരു അപരിചിതൻ അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചർ ഫീലിംഗ് വരില്ലല്ലോ. എന്നാൽ പോലും ഉണ്ടല്ലോ, എനിക്ക് ഓരോ ഹാമ്പർ കൊടുക്കുമ്പോഴും, അതായത് ഫസ്റ്റ് ഹാമ്പർ കൊടുത്ത അതേ ടെൻഷനായിരുന്നു ഈ ഹാമ്പർ കൊടുത്തപ്പോഴും. എനിക്ക് എപ്പോഴും അങ്ങനെ, എനിക്ക് അതെന്താണെന്നറിയില്ല, ഇനി എല്ലാവരുടെയും കാര്യം അങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് അങ്ങനെയാണ്. ആ ഒരു ടെൻഷനിൽ ഇത് കൊടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് അതായത് സക്സസ് ആകുമോ, പിന്നെ എന്തായിരിക്കും അവരുടെ പ്രതികരണം, നമ്മളിങ്ങനെ ഭയങ്കര സർപ്രൈസ് ആയിട്ടാണല്ലോ ചെല്ലുന്നത്. അതിൻ്റെ പേരിൽ ഞാനപ്പോൾ രതീഷ് ചേട്ടനില്ലേ, ഞാൻ വല്യമ്മേനെ വിളിച്ചു. അതെൻ്റെ വല്യച്ഛനാട്ടോ. വല്യമ്മേനെ ഇതിൽ കാണുന്നില്ല, പുള്ളിക്കാരി അടുക്കള ധൃതിപ്പണില്ല, കാരണം കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകണമല്ലോ. പിന്നെ വേറൊരു കസിൻ സിസ്റ്ററാണ് നിൽക്കുന്നത്, അതായത് എനിക്ക് ഓർഡർ തന്ന ആളുടെ അനിയത്തിയാട്ടോ, അമല. പുള്ളിക്കാരി ഉണ്ടെന്ന് എനിക്ക് അറിയാനും പാടില്ലായിരുന്നു. അപ്പോൾ വിളിച്ചപ്പോഴത്തേക്കും വേഗം തന്നെ രതീഷ് ചേട്ടൻ എണീറ്റ് വന്ന്, അത് ഉറക്കമായിരുന്നു, നമ്മൾ വിചാരിച്ച പോലെ തന്നെ പുള്ളി നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ ഷർട്ടൊക്കെ ഇട്ട് വന്നിട്ടോ, അതായത് എൻ്റെ സൗണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഷർട്ട് ഇട്ട് വന്നിട്ട് ഞാൻ കൈ നീട്ടിയിട്ട് ആ മനുഷ്യൻ എനിക്കൊന്ന് ഷെയ്ക്ക് ഹാൻഡ് തരണ്ടേ. സ്വാഭാവികം, കാരണം നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് ഞെട്ടി നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഒന്നാമത്തെ കാര്യം ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്നത്. ഓൾറെഡി നമ്മളിങ്ങനെ ഹാഫായിട്ട് ഇങ്ങനെ ഉറക്കത്തിൻ്റെ ആ ഒരു ഇതുണ്ടോ, അത് വിട്ട് മാറിയിട്ടില്ല. പിന്നെ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. എന്ന് വെച്ചാൽ ഇതിങ്ങനെ കിട്ടുന്നൊന്നും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ആരും മനസ്സിലായെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു അനിൽ തന്നല്ലേ എന്നൊക്കെ ചോദിച്ചു. പുള്ളിക്കാർ പുറത്താണല്ലോ, അപ്പം സെറ്റ് ചെയ്ത് തന്നതായിരിക്കും എന്നൊക്കെ കരുതി കാണുമായിരിക്കും. എന്താണെങ്കിലും വളരെ ഹാപ്പി ആയിട്ട് പുള്ളിക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്തു. വളരെ സന്തോഷത്തോടുകൂടി, അധികം എക്സ്പ്ലനേഷനൊന്നും നിന്നില്ല, കാരണം സമയമില്ലാഞ്ഞുകൊണ്ട്. അങ്ങനെ നേരെ തിരിച്ച് വരുവാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാറ്. ബൈ ബൈ.